ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിക്കാസ് ഇറ്റ്സ് മൈ ലൈഫ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളൊരു പ്രോൺസ് അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ചെമ്മീൻ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോയിലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് വേറൊരു ടൈപ്പിൽ വെച്ചിട്ടുള്ളതാണ്. രണ്ടും നല്ല ടേസ്റ്റുള്ള തന്നെയാണ് കേട്ടോ. തിക്കായിട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു പ്രോൺസ് അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അത് വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ അതിനെ നന്നായി കഴുകി വൃത്തിയാക്കിയതിനൊക്കെ ശേഷം അതിന് ഞാൻ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഭയങ്കര വലുതാണ്, അപ്പോൾ ഞാൻ അതിനെ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങൾ എത്ര കിലോനാണോ വാങ്ങിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ളതായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 1/2 കിലോ എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിലോട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് മസാല എല്ലായിടത്തും പിടിക്കാനായിട്ട് എല്ലാ ഭാഗവും നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാനിതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 1 മണിക്കൂറോടെ മാറ്റി വയ്ക്കാൻ പറയുന്നത്. ഇനിയിപ്പോൾ അത്രയും ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കാൻ നോക്കുക. അന്നേരം കൊണ്ടാകുമ്പോഴത്തേനും അതെല്ലാം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്യാൻ എടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ ആയിട്ട് കടുകും ഉലുവയും ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് അതിങ്ങനെ പൊട്ടി വരണം. നമുക്കിത് പൊടിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുമെന്ന് കാണുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കത് പൊടിച്ച് വയ്ക്കണം കേട്ടോ. ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് സെസമി ഓയിലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് അതിനാവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചെമ്മീനെല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാതും ഇങ്ങനെ സെപ്പറേറ്റ് കിടക്കണം കേട്ടോ. അതിപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഇത് വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് അകത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മൾ എത്രയാണ് ചെമ്മീൻ എടുത്താലും അതിനാവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ കുറഞ്ഞു പോകരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതേ ഓയിൽ തന്നെയാണ് നമ്മളിനി ഈ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് ഓയിൽ കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ അധികം ഇട്ടിട്ട് ഇളക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ എല്ലാമെന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനെല്ലാം കൂടെ ഒറ്റ ഇതിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് അതിന് ശേഷം എന്താ ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഈ പ്രോൺസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും, ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ ഫ്രൈ പാനിലോട്ട് തന്നെ ഞാനൊരു 20-25 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളകും ഇതിനനുസരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് അധികം ഇടുന്നില്ല, കാരണം ഇത് ആമിക്കുട്ടിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമുളകേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വേപ്പിൻ്റെ ഇല അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന പോലെ ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളോട്ട് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളകില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചതച്ച മുളക് ഓപ്ഷണലാണ്, നിങ്ങൾക്കത് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ചതച്ച മുളകും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് ഞാൻ ഓൾറെഡി നമ്മൾ മസാലയൊക്കെ കുഴച്ച് വെക്കുന്ന ആ സമയത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടി ആ ഒരു കളറും തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി വേണ്ട, നിങ്ങൾക്ക് പകരം നോർമൽ മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും മതി. ഇപ്പോൾ ഇതെനിക്ക് എരിവും എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. പച്ചമുളക് ആമിക്കുട്ടിക്ക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തിളച്ച് തുടങ്ങിയില്ലേ, അങ്ങനെ ആകുമ്പോൾ നമുക്കിതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി എനിക്ക് തോന്നുന്നു ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കാം.
അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സാക്കി അത് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മളിനി ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് അതിൽ കിടന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. അതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടുകും ഉലുവയുണ്ടല്ലോ അത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നൊരു 1/2 ടീസ്പൂൺ കൂടെ ഇതിൻ്റെ മീതെ കൂടെ നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് തിക്കായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വിനാഗിരി നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വിനാഗിരി ആഡ് ചെയ്യാം. അതല്ല ഈ ഒരു കൺസിസ്റ്റൻസി മതിയെന്നുണ്ടെങ്കിൽ വിനാഗിരി ആഡ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം ഞാനിത് കുറച്ച് ദിവസത്തിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണെങ്കിലും ഒരു 3-4 ദിവസം ആകുമ്പോഴത്തേനും സാധനം തീർന്നിട്ടുണ്ട്. 4 ദിവസം ഞാനതിങ്ങനെ എന്താ പറയുക കൊടുക്കാതെ ഇല്ല ഇത്ര എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വെച്ച കാരണം എനിക്കത് 4 ദിവസത്തിന് കിട്ടിയത്. കാരണം ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട കഴിക്കുമ്പോഴും ചോറിൻ്റെ കൂടെയും ഒക്കെ തന്നെയായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ കുറച്ച് ദിവസത്തിനൊന്നും പറഞ്ഞിട്ട് ഞാൻ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച എൻ്റെ അച്ചാർ പെട്ടെന്ന് തന്നെ തീർന്നു പോയി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാറിൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ചെമ്മീൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് എടുത്ത് വയ്ക്കാം. പെട്ടെന്നൊന്നും തീർന്നു പോവില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.